സാഗറും ജുനൈസും ഒപ്പം ജോജു ജോർജും ബിഗ് ബോസ് ഹൌസിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും റിലീസ് ചെയ്യാനാണ് അവർ ബിഗ് ബോസിലെത്തിയത്. ഒപ്പം ചിത്രത്തിന്റെ നായിക അഭിനയും കൂടെയുണ്ട്. തമിഴിലും മറ്റും നിരവധി ചിത്രങ്ങളിൽ അഭിനയെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സംസാരിക്കാനും ചെവി കേൾക്കാനും പറ്റില്ലെങ്കിലും തന്റെ അഭിനയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് അഭിനയാണ് ഈ ചിത്രത്തിൽ ജോജുവിന്റെ നായികയായി അഭിനയിച്ചിരിക്കുന്നത്. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത്. ഇതിൽ ജോജുവിനോടൊപ്പം തന്നെ ജുനൈസും സാഗറും പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുണ്ട്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള അനുഭവങ്ങൾ സാഗറും ജുനൈസും പങ്കുവെക്കുന്നുണ്ട്. സാഗറിനെയും ജുനൈസിനെയും ബിഗ് ബോസിൽ കണ്ടതിന് ശേഷമാണ് സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് എന്ന് ജോജു ജോർജ് പറയുന്നു. അഖിൽ മാരാറിനെ തനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ആ പരിചയത്തിലാണ് ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ് സാഗറിനെയും ജുനൈസിനെയും കണ്ടത്. അവർ തമ്മിലുള്ള കോംബോ ബിഗ് ബോസിൽ വെച്ച് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ രണ്ടുപേരെയും തന്റെ സിനിമയിലും അഭിനയിപ്പിച്ചത് എന്ന് ജോജു പറയുന്നു. ചിത്രത്തിന്റെ പോസ്റ്ററിൽ അവർ ചെറുതാണെങ്കിലും സിനിമയിൽ അവർക്ക് വലിയൊരു റോള് തന്നെ ഉണ്ടെന്നാണ് ജോജു പറയുന്നത്. കഴിഞ്ഞ ബിഗ് ബോസ് കഴിഞ്ഞ ഉടൻ രണ്ടുപേരും ജോജുവിന്റെ ഈ സിനിമയുടെ സെറ്റിലായിരുന്നു. എന്തായാലും ബിഗ് ബോസ് വീട്ടുകാരുമായി സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സാഗറും ജുനൈസും ജോജു ജോർജും. ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച ജിൻഡോയായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം കൂടി ജോജു പറയുന്നുണ്ട്. ഏതൊരു അവാർഡ് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ആ ഒരു സമയത്ത് ജിൻഡോ തന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അവാർഡ് വാങ്ങുന്ന സമയത്ത് ഞാനായിരുന്നു പേഴ്സണൽ ട്രെയിനർ എന്ന് കൂടി പറയണേ എന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ ടെൻഷൻ അടിച്ചിരുന്ന ആ സമയത്ത് ജിൻഡോ ആ പറയുന്നത് കേട്ടപ്പോ ചിരിയാണ് വന്നതെന്ന് കോമഡി രൂപേണാണ് ജോജു പറയുന്നത്. ജിൻഡോയുടെ കഷ്ടപ്പാടാണ് ജിൻഡോയെ ഇവിടെ എത്തിച്ചതെന്നും ജോജു കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ബിഗ് ബോസ് ലൈവിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.